ഹലോ ഗൈസ്, വെൽക്കം ടു ഹാഫ് പേജ് അക്കാഡമി. ഇതുവരെ നമ്മൾ നോക്കിയത് സോഫ്റ്റനിങ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അതിന് രണ്ട് മെത്തഡോളജി നമ്മൾ നോക്കി. എന്തൊക്കെയാണ്? ലൈം സോഡ പ്രോസസ്, അതേപോലെ സിയോലൈറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് നോക്കാം. എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്? സിക്സ്ത് പാരാമീറ്റർ എന്താണ്? ഡിസിൻഫെക്ഷൻ. ഓക്കെ, ഡിസിൻഫെക്ഷൻ ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ട്രീറ്റ്മെന്റ്. ഓക്കെ, അപ്പോൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് പാത്തോജൻസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്ന പാരാമീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജനറലി നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ നോക്കുവാണെങ്കിൽ ജനറലി നമ്മൾ ഡിസിൻഫെക്ഷൻ അല്ല ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ പ്ലാന്റിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഡിസിൻഫെക്ഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൂവൽ ഓഫ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസംസ്. എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുവാണെങ്കിൽ ഡിസിൻഫെക്ഷൻ അതിന്റെ കൂടെ തന്നെ നടക്കും. അതുകൊണ്ട് നമ്മൾ എന്താണ് പറയുന്നത്? സ്റ്റെറിലൈസേഷൻ ആണ് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താണ്? നമ്മുടെ എയിം എന്താണ്? പാത്തോജൻസിനെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മുടെ എയിം. അതുകൊണ്ട് നമ്മൾ പറയും ഡിസിൻഫെക്ഷൻ നമ്മൾ ചെയ്യുന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ നമ്മൾ ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ എയിം എന്താണ്? എത്രയും പെട്ടെന്ന് വാട്ടർ കൺസ്യൂമർ വരെ എത്തിക്കണം. അതാണ് നമ്മുടെ എയിം. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് എന്താണ്? മൈക്രോ ഓർഗാനിസംസ് റീഗ്രോ ആവാനുള്ള ചാൻസസ് ഉണ്ട്, വീണ്ടും വളരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ റീകണ്ടാമിനേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഡിസ്ട്രിബ്യൂഷൻ എൻഡിൽ എത്തപ്പോൾ. അതുകൊണ്ട് എന്താണ്? എത്രയും പെട്ടെന്ന് ഡിസിൻഫെക്ഷൻ ചെയ്തിട്ട് വാട്ടർ കൺസ്യൂമർ വരെ എത്തിക്കണം. അതാണ് നമ്മുടെ ബേസിക് എയിം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ മിനിമം എസെൻഷ്യൽ ട്രീറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ട്രീറ്റ്മെന്റിലെ എല്ലാ പ്രോസസ്സിലും മിനിമം എസെൻഷ്യൽ ട്രീറ്റ്മെന്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതും എന്താണ്? അതും ഡിസിൻഫെക്ഷൻ ആണ്. നമ്മൾ ബാക്കി ഒരു ട്രീറ്റ്മെന്റും ചെയ്തില്ലെങ്കിലും ഡിസിൻഫെക്ഷൻ കമ്പൽസറി ആയിട്ട് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഇൻട്രോ അബൌട്ട് ഡിസിൻഫെക്ഷൻ. ഇനി നമുക്ക് കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് എന്തൊക്കെയാണുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഫിസിക്കൽ ഉണ്ട്, അതേപോലെ കെമിക്കൽ ഉണ്ട്. ഫിസിക്കൽ ഉണ്ട്, അതേപോലെ കെമിക്കൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, കെമിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഫിസിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബോയിലിംഗ്, അതേപോലെ യുവി റേസ്. ബോയിലിംഗ്, അതേപോലെ യുവി റേസ്. അതേപോലെ കെമിക്കൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. പിന്നെന്താണ്? മെറ്റാലിക് അയൺസ്. പിന്നെന്താണ്? ഓക്സിഡൈസിങ് reagents. ഓക്സിഡൈസിങ് reagents. ഓക്കെ, ഓക്സിഡൈസിങ് reagents ലൈക്ക് എന്തൊക്കെയാണ്? ക്ലോറിൻ, അയഡിൻ, ബ്രോമിയം, അതേപോലെ ഓസോൺ. ഓക്കെ, ബ്രോമിയം, ഓസോൺ, പിന്നെന്താണ്? Kmno4, അതേപോലെ എക്സെട്ര. അപ്പം ഇങ്ങനെ n നമ്പർ ഓഫ് ഓക്സിഡൈസിങ് റിയേജന്റ് നമുക്ക് പ്രസന്റ് ആണ്. അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? ഓൾറെഡി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നത്. അതിന്റെ ബേസിക് ആയിട്ട് നമ്മൾ എടുത്ത് ഈ ബോയിലിംഗ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബോയിലിംഗ്, നിങ്ങൾ വാട്ടറിനെ ബോയിൽ ചെയ്യുവാണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത്? പാത്തോജൻസിനെ മാത്രമേ എലിമിനേറ്റ് ചെയ്യുന്നുള്ളൂ, അതോ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനും എലിമിനേറ്റ് ആവുന്നുള്ളൂ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്താണ്? ബോയിലിംഗ് ചെയ്യുമ്പോൾ എല്ലാ മൈക്രോ ഓർഗാനിസംസ് എലിമിനേറ്റ് ആവുകയാണ്. ബോയിലിംഗ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടെമ്പറേച്ചർ റൈസ് ചെയ്യും അപ് ടു ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എന്താണ്? എല്ലാ മൈക്രോ ഓർഗാനിസംസും എലിമിനേറ്റ് ആകും. അതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ എന്താണ്? നമ്മൾ അത് തന്നെ പ്രാക്ടിക്കൽ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? സ്റ്റെറിലൈസേഷൻ ആണ്, ഡിസിൻഫെക്ഷൻ അല്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതേപോലെ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ്? ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടറിനെയാണ് നമ്മൾ ബോയിൽ ചെയ്യേണ്ടത്. അത് എക്കണോമിക്കലി പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ എന്താണ്? ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാന്റിലൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാത്ത മെത്തഡോളജിയാണ് ഇവിടെ ബോയിലിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് യുവി റേസ്. യുവി റേസും അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ്സിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ എന്താണ്? ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ യുവി റേസ് ജനറലി നമ്മൾ യൂസ് ചെയ്യാറില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താണ്? നമ്മൾ ഈ ബോയിലിംഗ് ആയാലും യുവി റേസ് ആയാലും ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് പിന്നും വളരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബോയിലിംഗും അതേപോലെ
UV റേസും നമ്മൾ അഡോപ്റ്റ് ചെയ്യത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്തിട്ട് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എൻഡ് വരെ എത്തുമ്പോൾ എന്താണാവുന്നത്, പിന്നും മൈക്രോ ഓർഗാനിസംസ് റീഗ്രോ ആവും. അത് കാരണം ബോയിലിങ്ങും അതേപോലെ UV റേസും നമ്മൾ അഡോപ്റ്റ് ചെയ്യത്തില്ല ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഹൗസ് ഹോൾഡ് നീഡ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ആസിഡ് ആൻഡ് ആൽക്കലി. ആസിഡ് ആൻഡ് ആൽക്കലി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യണം. ഓക്കെ, നമ്മൾ കെമിക്കൽ ആഡ് ചെയ്യണം ഡിസിൻഫെക്ഷന് വേണ്ടി. ഓക്കെ, അപ്പോൾ കെമിക്കൽ ആഡ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ്, pH റേഞ്ച് എത്ര വേണം, ആസിഡ് വേണമെങ്കിൽ <3, അതേപോലെ pH റേഞ്ച് എത്ര വേണം, ബേസ് ആണെങ്കിൽ <11. ഓക്കെ, അപ്പം ഈ രണ്ട് pH റേഞ്ചസിലും നമ്മൾ എന്താണ്, മൈക്രോ ഓർഗാനിസം സർവൈവ് ചെയ്യത്തില്ല. അങ്ങനെയാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ ചെയ്യുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ രണ്ട് pH റേഞ്ച് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇതിൽ നമ്മൾ pH റേഞ്ച് ശ്രദ്ധിക്കുമ്പോൾ എന്താണ്, <3, അതേപോലെ <11 ആണ് ആസിഡ് ആൻഡ് ആൽക്കലി നേച്ചർ ആവുന്നത്. അപ്പോൾ എന്താണ്, രണ്ട് കേസസിലും രണ്ട് pH റേഞ്ചസിലും മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം, ആസിഡ് ഇപ്പം ഈ ഒരു pH റേഞ്ചിൽ നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നമുക്കറിയാം എന്താണ് നമ്മുടെ റേഞ്ച് എത്രയാണ് pHന്റെ, നമ്മൾ വാട്ടർ കൺസ്യൂം ചെയ്യുന്നത്, നമ്മുടെ റേഞ്ച് എത്രയാണ്, 6.5 to 8.5. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും മനസ്സിലാവും എന്താണ്, ഇതും നമുക്ക് എന്താണ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആസിഡ് ആൽക്കലി മെത്തഡോളജി നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് മനസ്സിലാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മെറ്റാലിക് അയൺ. മെറ്റാലിക് അയൺ എന്ന് പറയുമ്പോൾ ഫർദർ എന്താണ്, നമുക്ക് വളരെ എഫക്റ്റീവ് ആണ്, മൈക്രോ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആണ്. പക്ഷെ എന്താണ്, നമുക്കും ഹാംഫുൾ ആണ്. നമ്മളും വാട്ടർ കൺസ്യൂം ചെയ്യുന്നതല്ലേ, നമുക്ക് ഹാംഫുൾ ആണ്. അതുകൊണ്ട് ഇതെന്താണ്, ഇതും ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാറില്ല. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെക്കാനിസം ഏതാണെന്ന് അല്ലെങ്കിൽ മെത്തഡോളജി ഏതാണെന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ അതെന്താണ്, ഓക്സിഡൈസിങ് റിയേജന്റ്. ഓക്കെ, ഓക്സിഡൈസിങ് റിയേജന്റ് അതാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോറിൻ ഉണ്ട്, അയഡിൻ ഉണ്ട്, ഓസോൺ ഉണ്ട്, ബ്രോമിയം ഉണ്ട്, അതേപോലെ Kmno4 ഉണ്ട്. ഓക്കെ, അപ്പോൾ n നമ്പർ ഓഫ് പ്രോസസ് ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ എന്താണ്, ഇപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ എന്ന് പറയുമ്പോൾ ക്ലോറിൻ. ഓക്കെ, ക്ലോറിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഓഫ് ആസ്പെക്ട് എന്താണ്, ട്രീറ്റ്മെന്റ് വിത്ത് ക്ലോറിൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. അതേപോലെ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പം എന്താണ് ഞാൻ പറഞ്ഞത്, ജനറലി നമ്മൾ ക്ലോറിൻ യൂസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്സിലാണ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യ, പാകിസ്ഥാൻ, അതേപോലെ ഭൂട്ടാൻ, അങ്ങനത്തെ ഏരിയയിലാണ് നമ്മൾ ജനറലി ക്ലോറിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോറിൻ യൂസ് ചെയ്ത് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് മെക്കാനിസം നമുക്ക് നോക്കാം. നമ്മൾ ക്ലോറിൻ വാട്ടറിൽ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, ക്ലോറിൻ വാട്ടറിൽ ആഡ് ചെയ്യുകയാകുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, pH റേഞ്ച് ശ്രദ്ധിക്കണം. pH റേഞ്ച് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, pH റേഞ്ച് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ, ഓക്കെ, pH റേഞ്ച് ഗ്രേറ്റർ ദാൻ 5 ആണെങ്കിൽ നമുക്ക് എന്താണ്, ഹൈപ്പോക്ലോറസ് ആസിഡ് ഫോം ആകും. ഓക്കെ, ഹൈപ്പോക്ലോറസ് ആസിഡ് നമുക്ക് ഫോം ആകും. ഓക്കെ, ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതേപോലെ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, വിത്ത് ഇൻക്രീസ് ഇൻ എന്താണ്, pH ഇത് വേരി ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ, വിത്ത് ഇൻക്രീസ് ഇൻ pH എന്താണ്, ഇത് വേരി ചെയ്യും. ഓക്കെ, ഇപ്പോൾ 7 സ്റ്റാർട്ടിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ 7 സ്റ്റാർട്ടിങ്ങിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ ട്രൈ ആകും. ഓക്കെ, അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്ത് എന്താണ്, ഹൈപ്പോക്ലോറൈഡ് അയൺ ആയിട്ട് ട്രാൻസ്ഫർ ആകും. ഓക്കെ, ഹൈപ്പോക്ലോറൈഡ് അയൺ ആയിട്ട് കൺവേർട്ട് ആകും. ഓക്കെ, ഹൈപ്പോക്ലോറസ് ആസിഡ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ pH റേഞ്ച് 7 അല്ലെങ്കിൽ 7-നെക്കാട്ടിൽ കൂടുവാണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ഹൈപ്പോക്ലോറൈഡ് അയൺ ആയിട്ട് കൺവേർട്ട് ആകും. ഓക്കെ, ബിക്കോസ് അത് റിയലി അൺസ്റ്റേബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് ഞാൻ പറയാം. പിന്നെ അതേപോലെ pH റേഞ്ച് ഗ്രേറ്റർ ദാൻ 8 ആവുകയാണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് വളരെ അൺസ്റ്റേബിൾ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കാരണം ഫുള്ളി ഹൈപ്പോക്ലോറൈഡ് അയൺ ആയിട്ട് കൺവേർട്ട് ആകും. ഓക്കെ, അപ്പം അത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, pH റേഞ്ച്, ഇഫ് pH റേഞ്ച് ഈസ് ലെസ് ദാൻ 5, pH റേഞ്ച് ഈസ് ലെസ് ദാൻ 5, നമുക്ക് എന്താണ് കിട്ടുന്നത്, ക്ലോറിൻ. ഓക്കെ, മോളിക്കുലർ ക്ലോറിൻ. അതേപോലെ pH റേഞ്ച് ഈസ് 5 to 7, നമുക്ക് എന്താണ് കിട്ടുന്നത്, ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇത് ഹൈലി എഫക്റ്റീവ് ആണ്, അതേപോലെ ഹൈലി അൺസ്റ്റേബിളും കൂടെയാണ്. ഓക്കെ, അതേപോലെ pH റേഞ്ച് 7 to 8 ആണെങ്കിലോ, 7 to 8 ആണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡും കാണും, അതേപോലെ ഹൈപ്പോക്ലോറൈഡ് അയണും കാണും. ഹൈപ്പോക്ലോറസ് ആസിഡും കാണും, അതേപോലെ ഹൈപ്പോക്ലോറൈഡ് അയണും കാണും. ഓക്കെ, അതേപോലെ pH റേഞ്ച് ഗ്രേറ്റർ ദാൻ 8 ആണെങ്കിൽ നമുക്ക് എന്താണ് കാണുന്നത്, ഹൈപ്പോക്ലോറൈഡ് അയൺ മാത്രമേ കാണത്തുള്ളൂ. ഗ്രേറ്റർ ദാൻ 8 ആണെങ്കിൽ ഹൈപ്പോക്ലോറൈഡ് അയൺ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്തൊക്കെയാണുള്ളത്,
നമുക്ക് മോളിക്കുലർ ക്ലോറിൻ ഉണ്ട്, ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ട്, ഹൈപ്പോക്ലോറൈഡ് ഉണ്ട്. അപ്പം ഇത് മൂന്നുമാണ് നമുക്ക് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മൈക്രോ ഓർഗാനിസമിനെ കൊല്ലുന്ന ഏതൊക്കെ കമ്പൗണ്ട് ആണ്? ക്ലോറിൻ, ഹൈപ്പോക്ലോറസ് ആസിഡ്, അതേപോലെ ഹൈപ്പോക്ലോറൈഡ് ആയി. ഓക്കെ, അപ്പൊ ഇത് മൂന്നുമാണ് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അതിൽ നമ്മൾ ടു ബി മോർ പ്രിസൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും വളരെ വളരെ എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഏത് കമ്പൗണ്ട് ആണ് ചോദിക്കുകയാണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ ഡിസ്ട്രക്റ്റീവ് നേച്ചറിൽ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്? ഇനി അതിന്റെ മെക്കാനിസം നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് ഇഫക്റ്റീവ് എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഏത് റേഞ്ച് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? <7. ഓക്കെ, അപ്പൊ <7 ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. pH <7 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ വാട്ടറിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ <7 നോട്ട് ചെയ്ത് വെക്കുക, ബിക്കോസ് അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഹൈപ്പോക്ലോറസ് ആസിഡിന്റെ നമുക്ക് മെക്കാനിസം നോക്കും. അതെങ്ങനെയാണ് ആക്ട് ആവുന്നത്? ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ആണ്. ഓക്കെ, മൈക്രോ ഓർഗാനിസം ആകുമ്പോൾ നമ്മൾ ഹൈപ്പോക്ലോറസ് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അത് നമ്മുടെ സെൽ വാൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്റെ സെൽ വാൾ ബ്രേക്ക് ചെയ്ത് എന്താണ് പോകുന്നത്? അകത്തോട്ട് പോകും. അകത്തോട്ട് പോയിട്ട് എൻസൈംസിനെ എന്താണ് ചെയ്യുന്നത്? എൻസൈംസിനെ എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, എൻസൈംസിനെ എലിമിനേറ്റ് ചെയ്യും അല്ലെങ്കിൽ എൻസൈംസിനെ ഇല്ലാതാക്കും. എൻസൈംസ് എന്താണ് ചെയ്യുന്നത്? എൻസൈംസ് മൈക്രോ ഓർഗാനിസംസിന് മെറ്റബോളിസം ചെയ്യും. ഓക്കെ, മെറ്റബോളിസം. ഓക്കെ, മെറ്റബോളിസം എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഡിസ്ട്രോയ്, നമുക്ക് ഡിസ്ട്രോയ് മെറ്റബോളിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, അപ്പൊ എൻസൈംസ് ഇല്ലാതെ ആകുമ്പോൾ എന്താണ്? മെറ്റബോളിസം ഇല്ലാതെ. മെറ്റബോളിസം എന്താണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെറ്റബോളിസം ആണ് നമ്മുടെ ബിഗർ മോളിക്യൂളിനെ സ്മോളർ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ മെറ്റബോളിസം ആണ് ബിഗർ മോളിക്യൂളിനെ സ്മോളർ ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്, അത് സിമ്പിൾ ഫോമിൽ വലിയ ഒരു കമ്പോണന്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, അത് സിമ്പിൾ ഫോമിൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്താണ് ഡൈജഷൻ ആവത്തുള്ളൂ. അപ്പൊ ഡൈജഷൻ ആവുമ്പോഴാണ് നമുക്ക് എനർജി കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മെറ്റബോളിസം എന്ന് പറയുന്നത്, മെറ്റബോളിസം എന്താണ് ചെയ്യുന്നത്? ബിഗർ മോളിക്യൂളിനെ സ്മോളർ മോളിക്യൂളായിട്ട് ബ്രേക്ക് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്നത്? എനർജി കിട്ടും. ഓക്കെ, അപ്പൊ എനർജി കിട്ടും. അതേപോലെ എനർജി കിട്ടുമ്പോഴെന്താണ് നമുക്ക് റീഗ്രോത്ത് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ന്യൂ സെൽ ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു ഫുൾ സൈക്കിളിനെയാണ് നമ്മൾ ഡാമേജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഡയറക്റ്റ് എന്താണ് പറയുന്നത്? നമ്മുടെ എന്താണ് HOCl എന്ന് പറയുന്നത് ഡയറക്ട്ലി എൻസൈംസിനെ ഇല്ലാതെയാക്കും. HOCl എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി എൻസൈംസിനെ ഇല്ലാതെയാക്കും. എൻസൈംസ് ഇല്ലാതെയാകുമ്പോൾ മെറ്റബോളിസം നടക്കത്തില്ല. മെറ്റബോളിസം നടത്തില്ലെങ്കിൽ വലിയ പാർട്ടിക്കൽസ് ചെറുതായിട്ട് ബ്രേക്ക് ആവത്തില്ല, അതേപോലെ എനർജി കിട്ടത്തില്ല, അതേപോലെ ന്യൂ സെൽസും ഉണ്ടാവത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? pH <7 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സോ ദാറ്റ് ഹൈപ്പോക്ലോറസ് ആസിഡ് അല്ലെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിൻഫെക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ pH <7 മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആണല്ലോ? അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, നെക്സ്റ്റ്. അപ്പം അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാരാമീറ്റർ ആണ്. അതേപോലെ pH റേഞ്ച് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇപ്പോൾ എന്താണ് നമ്മുടെ പ്ലാന്റിലുള്ള ഡിസിൻഫെക്ഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് നടന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്? ഇത് നമ്മുടെ ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. അപ്പം എന്താണ്? പ്ലാന്റിലുള്ള ഡിസിൻഫെക്ഷൻ ഇല്ലാതെയായി, അതേപോലെ ഹൈപ്പോക്ലോറസ് ആസിഡും ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ആയി. ഓക്കെ, അപ്പം സിമ്പിൾ വേർഡ്സ് നമ്മൾ ഫുൾ ആയിട്ട് യൂട്ടിലൈസ് ആയി. ഇനി നമുക്ക് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞ എന്താണ്? നമുക്ക് ഫർദർ അല്ലെങ്കിൽ നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് പിന്നെ വളരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനെയും കൂടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അതിനെയും കൂടെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് മെത്തഡോളജിയാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ക്ലോറിനേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ ക്ലോറിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു ഓൾറെഡി എന്താണ്? നമ്മുടെ വാട്ടറിൽ നമ്മൾ എന്താണ്? ക്ലോറിൻ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആദ്യം അത് റിയാക്ട് ചെയ്യുന്നത് അതിന്റെ അമോണിയയുടെ വാട്ടറിലുള്ള അമോണിയ കൂടെ ആയിരിക്കും. ഓക്കെ, ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയയോട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ pH റേഞ്ച് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 7.5 ആയിരിക്കണം. അപ്പോൾ എന്താണ് ഫോം ആവുന്നത്? NH2Cl പ്ലസ് HCl. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? സിംഗിൾ ക്ലോറിൻ ആണ്. അപ്പോൾ എന്താണ് നമുക്ക് ഫോം ആവുന്ന കമ്പൗണ്ട്? എന്താണ്? ക്ലോറമൈൻ. ഓക്കെ, സോറി, സിംഗിൾ കമ്പോണന്റ് ആണ്
ക്ലോറമൈൻ. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിൾ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്. സോ എന്താണ് നമ്മുടെ പേര് വരുന്നത്? മോണോക്ലോറമൈൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് ക്ലോറിൻ അമോണിയയോട് റിയാക്ട് ചെയ്തിട്ട് ക്ലോറമൈൻസ് ആണ് ഫോം ആവുന്നത്. നമ്മൾ പി എച്ച് റേഞ്ച് ഗ്രേറ്റർ ദാൻ 7.5 ആണെങ്കിൽ നമുക്ക് മോണോക്ലോറമൈൻ ഫോം ആകും. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ നമ്മുടെ പി എച്ച് റേഞ്ച് അമോണിയയുടെ കൂടെ റിയാക്ട് ചെയ്യുകയാണ് ക്ലോറിൻ. അപ്പോൾ പി എച്ച് റേഞ്ച് ഇൻ കേസ് പി എച്ച് റേഞ്ച് ഏതാണ്? 5 അല്ലെങ്കിൽ 5 to 6.5 ആണെങ്കിൽ നമുക്ക് എന്താണ് ഫോം ആവുന്നത്? NHCl2. ഓക്കെ, NHCl2. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഡൈക്ലോറമൈൻ. ഓക്കെ, ഡൈക്ലോറമൈൻ. ഓക്കെ, ഡൈക്ലോറമൈൻ പ്ലസ് HCl. ഓക്കെ, അതേപോലെ പി എച്ച് റേഞ്ച് അമോണിയയുടെ കൂടെ Cl2 റിയാക്ട് ചെയ്യുവാണ്. പി എച്ച് റേഞ്ച് എന്താണ്? ലെസ് ദാൻ 4.4 ആണെങ്കിൽ നമുക്ക് എന്താണ് ഫോം ആവുന്നത്? ട്രൈക്ലോറമൈൻ. ഓക്കെ ആണല്ലോ? ട്രൈക്ലോറമൈൻ ആണ് ഫോം ആവുന്നത്. ഓക്കെ, അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക്. അപ്പോൾ എന്താണ് നമുക്ക് ഡിസിൻഫെക്ഷൻ ഓൾറെഡി നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ കഴിഞ്ഞു. ഇനി എന്താണ് ഫർദർ റീഗ്രോത്ത് ആവുകയാണ് അല്ലെങ്കിൽ റീകണ്ടമിനേഷൻ ആവുകയാണെങ്കിൽ അതിനെയും കൂടെ നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ വാട്ടറിൽ നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ആദ്യം റിയാക്ട് ചെയ്യുന്നത് അമോണിയയുടെ കൂടെ ആയിരിക്കും. അമോണിയയുടെ കൂടെ റിയാക്ട് ചെയ്തിട്ട് ക്ലോറമൈൻ ഫോം ചെയ്യും. ഡിഫറെന്റ് റേഞ്ചിൽ ഡിഫറെന്റ് ക്ലോറമൈൻ നമ്മുടെ ഫോം ആവും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഫ്യൂച്ചർ റീകണ്ടമിനേഷൻ ആവുകയാണെങ്കിൽ അതും എലിമിനേറ്റ് ആവുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് ഫൈനൽ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റേഞ്ച് എത്രയാണ് ഞാൻ പറഞ്ഞത്? ലെസ് ദാൻ 7 ആണ്. ഓക്കെ, റേഞ്ച് ലെസ് ദാൻ 7 ആണ്. അതേപോലെ നമ്മൾ ക്ലോറിന്റെ കൂടെ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ക്ലോറിൻ വാട്ടറിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ്, ഇവിടെ വാട്ടറിന്റെ കൂടെ ഞാൻ കാണിക്കാം. അതേപോലെ അമോണിയയുടെ കൂടെ. ഓക്കെ, അമോണിയയുടെ കൂടെ വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ആവുന്നത്? ഹൈപ്പോക്ലോറസ് ആസിഡ്. ഓക്കെ, അതേപോലെ അമോണിയയുടെ കൂടെ ഫോം ആവുമ്പോൾ എന്താണ് ഫോം ആവുന്നത്? ക്ലോറമൈൻ. ഓക്കെ, ടു ബി മോർ പ്രിസൈസ് നമ്മുടെ പി എച്ച് റേഞ്ച് ലെസ് ദാൻ 7 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെസ് ദാൻ 7 പി എച്ച് റേഞ്ച് ആകുമ്പോൾ എന്താണ് ഫോം ആവുന്നത്? ഡൈക്ലോറമൈൻ. ലെസ് ദാൻ 7 ആണെങ്കിൽ ഡൈക്ലോറമൈൻ ആണ് ഫോം ആവുന്നത്. ഓക്കെ, ഡൈക്ലോറമൈൻ ആണ് ഫോം ആവുന്നത്. അത് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, ഡൈക്ലോറമൈൻ ആണ് ഫോം ആവുന്നത്. NHCl2. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് അറിയാം ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഡിസിൻഫെക്ഷൻ ചെയ്യുന്നത് നമ്മൾ ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഏത് കമ്പൗണ്ട് ആണ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. അതേപോലെ റീകണ്ടാമിനേഷനെ പ്രിവെന്റ് ചെയ്യാൻ ഏതാണ് കമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്ലോറമൈൻ ആണ്. ടു ബി മോർ പ്രിസൈസ് നമ്മുടെ ഡൈക്ലോറമൈൻ ആണ്. നമ്മൾ പി എച്ച് റേഞ്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം അതാണ് നമ്മളെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ റിവ്യൂസ് എന്താണെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അതോ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് കമന്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഫിനിഷ് ചെയ്തത് നമ്മുടെ ട്രീറ്റ്മെന്റ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താണ് നോക്കിയത്? ക്ലോറിനേഷൻ അല്ലെങ്കിൽ ക്ലോറിന്റെ നമ്മൾ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, ക്ലോറിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെക്കാനിസം പ്ലസ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കിയത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പാരാമീറ്റർ എന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ്, ഏതാണ് പി എച്ച് റേഞ്ച്, അത് ശ്രദ്ധിക്കണം. അതേപോലെ ക്ലോറമൈൻ എന്താണ്? ഹൈപ്പോക്ലോറസ് ആസിഡ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു സമയത്ത് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ഡിസിൻഫെക്ഷൻ ചെയ്യണമെങ്കിൽ ഇഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. അതേപോലെ ഫ്യൂച്ചർ കണ്ടാമിനേഷൻ മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം റീഗ്രോ ആവാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലോറമൈൻ്റെ ഹെൽപ്പ് ആണ് ചെയ്യുന്നത്. ടു ബി മോർ പ്രിസൈസ് ഡൈക്ലോറമൈൻ. ക്ലിയർ ആണല്ലോ? അവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പി എച്ച് റേഞ്ച് ലെസ് ദാൻ 7 മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.